50 വീട് തെണ്ടിയതാണ്. നിറച്ചിടണം കേട്ടോ. സൂക്ഷിച്ച് വെക്കണേ, കളയരുത്. മുക്കിൻ്റെ പരീക്ഷ പാസ്സാകാൻ വേണ്ടിയിട്ടേ മെഴുതിരി അത് വാങ്ങിക്കണം. പിന്നെ കുറേ ഉണ്ട്. അപ്പുക്കുട്ട സാറും 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയല്ല. അപ്പോൾ ഇനി പേസ്റ്റും ബ്രഷും ഇല്ല അല്ലേ? അത് രണ്ടും അത് മറക്കാതെ മേടിക്കണേ. ഓ ഞാനേ അങ്ങോട്ട് ഇറങ്ങിയ ഒരു ഓട്ടോയിൽ അവന്മാർ നിൽക്കുന്ന അവരവിടെ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ നിൽക്കാന്ന് പറഞ്ഞു. എല്ലാം എടുത്തല്ലേ? ഒന്നും മറന്നില്ലല്ലോ. ചാർജറൊക്കെ ഉണ്ട്. ചാർജറുണ്ട്, ഉണ്ട് എല്ലാം ഓക്കെ. ഒന്നും മറന്നിട്ടില്ലല്ലോ. എന്നാലും ഒന്നുകൂടെ ഒന്ന് ശീലമായി പോയി. മോനെ ഉറങ്ങാണ്, ശ്രദ്ധിച്ചോ? ചാടിക്കാണ്ട് വണ്ടി ചാടിക്കാണ്ട് എടുക്കട്ടെ. അയ്യോ കർത്താവേ, കർത്താവേ. വേളാങ്കണ്ണിക്ക് പോവായിരുന്നല്ലോ. പേസ്റ്റോ ബ്രഷ് എന്തോ മേടിക്കാൻ വേണ്ടിട്ട് ഓട്ടോറിക്ഷ എടുത്തിട്ട് റോഡ് ക്രോസ് ചെയ്താൽ ഇവന്റെ വണ്ടി വന്നിട്ട് ഒറ്റ അത് നോക്കാതെ വണ്ടി ഓടിക്കണേ. പത്രത്തിന്റെ പൈസ അങ്ങനെ എത്തിയോ? അപ്പൊ പരിചയമുള്ളവനായോണ്ട് എന്നെ നേരെ വിളിച്ചു പറഞ്ഞ് നേരെ ആശുപത്രി കൊണ്ടുള്ള കാശൊക്കെ ചെലവാക്കിയവൻ. അവരൊന്നും കണ്ടില്ല, അവനെ മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെ എത്തിയിട്ടില്ലല്ലോ, അതിന്റെ മുമ്പ് എന്നെ പറ്റിയില്ലേ? ശരി, എന്തെങ്കിലും ആവശ്യം വിളിക്കാൻ വേണ്ടി. എന്തറിയോ, ഡിസ്കിന് ഒരു ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. ഒരു മാസത്തിലെ ഇളകാണ്ടിരിക്കണം ഇവിടെ. ബാഗ് മരുന്നിനകത്തുണ്ടടാ. ഇതേ ഇത് വേറൊന്നുമല്ല, നേർച്ച വൈകിച്ച് കൊച്ചുണ്ടാവണതിന് മുമ്പ് നേർന്നതാ ക്ലീറ്റോ. വേളാങ്കണ്ണി പോവാന്നിട്ട് ഇപ്പഴത് ചെയ്യണത്. മാതാവ് പരീക്ഷിക്കാതിരിക്കോ? അത് തന്നെയാ കാര്യം. എന്റെ മാതാവേ, എൻ്റെ വേളാങ്കണ്ണി മാതാവേ, ക്ലീറ്റോ ചേട്ടൻ്റെ പ്ലാസ്റ്റർ എടുത്ത് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ വന്ന് ക്ലീറ്റോ ചേട്ടനെ കൊണ്ട് മുട്ടയിൽ നീന്തിച്ചോളാവേ. എന്റെ പളനിയാണ്ടവാ, വേളാങ്കണ്ണി പള്ളിയിൽ നിന്ന് തിരിച്ചു പോരുന്ന വഴിക്ക് പളനിയിലിറങ്ങി ക്ലീറ്റോന്റെ തല മുട്ടയടിച്ചേക്കാവേ. ഇനി നേർച്ച ഒന്നും വൈകിക്കൂല. കുഴപ്പമില്ല, ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് ഇനി ഒന്നും